നമസ്കാരം. ഇൻഷുറൻസ് ഈസ് എവർ ചേഞ്ചിങ്. ഇന്ത്യയിലെ രക്ഷിതാക്കൾ അവരുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സ്വീകരിക്കുന്ന നിക്ഷേപ മാർഗങ്ങൾ നിരവധിയാണ്. ട്രഡീഷണൽ സേവിംഗ് പ്ലാനുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, സുകന്യ സമൃദ്ധി യോജന തുടങ്ങിയവ. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, സാമ്പത്തിക സുരക്ഷിതത്വം എന്നിവ ലക്ഷ്യമാക്കി LIC രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു വ്യക്തിഗത സേവിംഗ് ലൈഫ് ഇൻഷുറൻസ് പ്ലാനാണ് അമൃതപാൽ ടേബിൾ നമ്പർ 774. ഈ പ്ലാനിന്റെ സവിശേഷതകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പോളിസിയിൽ എല്ലാ വർഷവും 1000 രൂപ ബേസ് സം ഇൻഷുർഡിന് 80 രൂപ ഗ്യാരണ്ടീഡ് അഡീഷൻ ആയിട്ട് നൽകുന്നു. കൂടാതെ പോളിസിയിൽ ചേർന്ന ശേഷം മാതാപിതാക്കൾ ഏതെങ്കിലും കാരണത്താൽ മരണപ്പെടുകയാണെങ്കിൽ ശേഷിക്കുന്ന വർഷത്തെ പ്രീമിയം LIC അടയ്ക്കുകയും അതിന്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ് കുട്ടികൾക്ക് നൽകുകയും ചെയ്യുന്നു. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്നത് ട്രസ്റ്റ് ടോക്ക്. മൈ നെയിം ഈസ് സനോജ് ലാൽ, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ്. ഈ വീഡിയോയിൽ ഈ പ്ലാൻ എന്തിനാണ്, ഈ പ്ലാന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ പ്ലാൻ ആർക്കൊക്കെ പരിഗണിക്കാം തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇൻഷുറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫീച്ചറുകളുള്ള പ്ലാനാണ് ബെസ്റ്റ് പ്ലാൻ എന്നുള്ള ധാരണ തെറ്റാണ്. നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള പ്ലാൻ കണ്ടെത്തുകയാണ് ഏറ്റവും പ്രധാനം. ഇപ്രകാരം ഒരു അൺബയാസ്ഡ് എക്സ്പെർട്ട് അഡ്വൈസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളുടെ ടീമുമായിട്ട് ഒരു സൗജന്യ കോൾ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ടിംഗ് വിത്ത് അബൌട്ട് ദ കമ്പനി. 1956 സ്ഥാപിതമായ LIC ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സോവറിൻ ഗ്യാരണ്ടി ചെയ്യുന്ന സിസ്റ്റമിക്കലി ഇമ്പോർട്ടൻറ്റ് ഇൻഷുറൻസ് കമ്പനിയാണ്. അതായത് ഇന്ത്യൻ ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന കമ്പനിയുടെ പൊസിഷനിങ് വളരെ വലുതാണ്. ഈ കമ്പനിയുടെ സോൾവൻസി റേഷ്യോസ് 2.2 അഗെയിൻസ്റ്റ് ദ ഇൻഡസ്ട്രിയൽ നോം ഓഫ് 1.5, claim settlement ratios 98.54% and the persistency ratio for 61 months is 61.84%, which are fairly good. അടുത്തതായി വാട്ട് ഈസ് LIC അമൃതപാൽ. ഈ പ്ലാൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, എ നോൺ പാർട്ടിസിപ്പേറ്റിംഗ് നോൺ ലിങ്ക്ഡ് ലൈഫ് ഇൻഡിവിജ്വൽ സേവിങ്സ് പ്ലാൻ. അതായത് കമ്പനിയുടെ പ്രോഫിറ്റിലൊന്നും ഈ പ്ലാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. നോൺ ലിങ്ക്ഡ് മീൻസ് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു ഷെയർ മാർക്കറ്റ്. ഇൻഡിവിജ്വൽ വ്യക്തിഗത ലൈഫ് സേവിംഗ് പ്ലാനാണ് LICയുടെ അമൃതപാൽ. നെക്സ്റ്റ് പോയിന്റ്, ഗ്യാരണ്ടീഡ് കോർപ്പസ് ഫോർ ചൈൽഡ് ഫ്യൂച്ചർ ത്രൂ ഗ്യാരണ്ടീഡ് അഡീഷൻ. ഈ പ്ലാനിൽ ഓഫർ ചെയ്യുന്ന കംപ്ലീറ്റ് മെച്യൂരിറ്റി ബെനിഫിറ്റും ഗ്യാരണ്ടീഡ് ആണ്. ഗ്യാരണ്ടീഡ് കോർപ്പസ്, ഗ്യാരണ്ടീഡ് അഡീഷൻസ്. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലെക്സിബിൾ മെച്യൂരിറ്റി ഏജ് ബിറ്റ്വീൻ 18 to 25 ഇയേഴ്സ്. ഈ പ്ലാനിൽ ഓഫർ ചെയ്യുന്ന മെച്യൂരിറ്റി കുട്ടികളുടെ 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കാലയളവിൽ മെച്യൂരിറ്റി ബെനിഫിറ്റ് കിട്ടാനായിട്ട് നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് മെച്യൂരിറ്റി ബെനിഫിറ്റ് 18ാമത്തെ വയസ്സിൽ ലഭിക്കണമോ 19ാമത്തെ വയസ്സിൽ ലഭിക്കണമോ എന്നുള്ളത് നമുക്ക് ഈ പ്ലാനിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രീമിയം പേയ്മെൻറ്റ് ഓപ്ഷൻസ് ആണ്. പ്രീമിയം അടയ്ക്കാൻ പറ്റുന്ന വിധങ്ങളാണ്. ദാറ്റ് ഈസ് സിംഗിൾ പ്രീമിയം ഓർ ലിമിറ്റഡ് പ്രീമിയം ഓപ്ഷൻസ് ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. ഒറ്റത്തവണ നമുക്ക് ഈ പ്ലാനിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ലിമിറ്റഡ് പ്രീമിയം ആയിട്ട് 5 ഇയേഴ്സ്, 6 ഇയേഴ്സ്, 7 ഇയേഴ്സ് അടയ്ക്കാവുന്ന രീതിയിലും നമുക്ക് ഈ പ്ലാൻ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, അവൈലബിൾ ഫോർ ചിൽഡ്രൻ ഫ്രം 30 days to 13 ഇയേഴ്സ്. 30 ദിവസം പ്രായമായ കുട്ടി തൊട്ട് 13 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, അടുത്തതായി ഈ പ്ലാനിൻ്റെ കീ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അമൃതപാൽ എന്ന പ്ലാനിൻ്റെ കീ ബെനിഫിറ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, ഗ്യാരണ്ടീഡ് അഡീഷൻ ആണ്. 80 per 1000 ബേസ് സം അഷ്യൂർഡ് എവറി ഇയർ. ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പോളിസി വർഷവും 1000 രൂപ ബേസ് സം ഇൻഷുർഡിന് 80 രൂപ നിരക്കിൽ ത്രൂ ഔട്ട് ദ പോളിസി ടൈം പോളിസി ഹോൾഡറിന് ലഭിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലെക്സിബിൾ മെച്യൂരിറ്റി ബെനിഫിറ്റ് ആണ്. കുട്ടികൾക്ക് മെച്യൂരിറ്റി ബെനിഫിറ്റ് 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയുള്ള കാലയളവിൽ ഏത് പീരീഡിലാണോ വേണ്ടത് അത് കസ്റ്റമറിന് ഈ പ്ലാനിൽ ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് റൈഡർ ആണ്. ഈ പ്ലാനിൻ്റെ ചിൽഡ്രൻസ് പ്ലാനിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് പ്രീമിയം വെയ്വർ ബെനിഫിറ്റ് റൈഡർ. ഇത് നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇഫ് ദ പ്രപ്പോസർ, ദാറ്റ് മീൻസ് പാരന്റ്, പാസസ് അവേ, ഫ്യൂച്ചർ പ്രീമിയംസ് ആർ വെയ്വ്ഡ്. ഈ പദ്ധതിയിൽ ചേർന്ന ശേഷം മാതാപിതാക്കൾക്ക് ഏതെങ്കിലും കാരണത്താൽ മരണപ്പെടുകയാണെങ്കിൽ ശേഷിക്കുന്ന വർഷത്തെ പ്രീമിയം LIC അടയ്ക്കുകയും പ്ലാനിൻ്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ് കുട്ടികൾക്ക് ഈ ഒരു റൈഡർ വഴി നൽകുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് ഓപ്ഷൻ ലോൺ ഫെസിലിറ്റിയാണ്. ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ശേഷം പോളിസി ടൈമിൽ കസ്റ്റമറിന് ഒരു പോളിസി ഹോൾഡറിന് എന്തെങ്കിലും സാമ്പത്തിക ആവശ്യമാണെങ്കിൽ പോളിസി സറണ്ടർ ചെയ്യാതെ തന്നെ ലോൺ ഫെസിലിറ്റിക്കുള്ള ഓപ്ഷൻ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് പോയിന്റ് ഡെത്ത് ബെനിഫിറ്റ് ഓപ്ഷൻ ആണ്. ഇൻ കേസ് പ്രപ്പോസർ ഈവൻ മാതാപിതാക്കളുടെ അഭാവത്താൽ അതിന് എടുക്കുന്ന ബേസ് സം ഇൻഷുർഡ് കുട്ടികൾക്ക് അവരുടെ ആബ്സെൻസിൽ ലഭിക്കുന്നു. അടുത്തതായി ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ, ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നിവ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് പോയിന്റ്, ഈ പ്ലാനിന്റെ മിനിമം എൻട്രി ഏജ് 30 days ആണ്. 30 days പ്രായമായ കുട്ടി തൊട്ട് ഈ പ്ലാനിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. മാക്സിമം എൻട്രി ഏജ് ഫോർ കിഡ്സ് ഇസ് 13 years. മെച്യൂരിറ്റി ഏജ്, ഈ പ്ലാനിന്റെ മെച്യൂരിറ്റി കിട്ടി തുടങ്ങാനായിട്ടുള്ള ഏജ് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണ്. അത് ഈ പോളിസിയിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് തന്നെ കസ്റ്റമറിന് ചൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ്, മിനിമം ആൻഡ് മാക്സിമം പോളിസി ടൈം. ഈ പോളിസിയുടെ എത്ര കാലയളവാണ് വേണ്ടതെന്ന് കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏജ്. അത് 10 years to 25 years ആണ് പോളിസി ടൈം ആയിട്ട് കസ്റ്റമറിന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, സിംഗിൾ പ്രീമിയം ഓപ്ഷനാണ്. ഒറ്റ തവണ അടയ്ക്കുന്ന പ്രീമിയം അടയ്ക്കുന്ന ഓപ്ഷൻ ആണെങ്കിൽ that is available in this plan. And the next point is ലിമിറ്റഡ് പ്രീമിയം ആണ്. ഈവൻ കസ്റ്റമറിന് തവണകളായിട്ടാണ് പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ അത് 5 years അടയ്ക്കുന്ന ലിമിറ്റഡ് പ്രീമിയം ഓപ്ഷൻ അവൈലബിൾ ആണ്. 6 years and 7 years ലിമിറ്റഡ് പ്രീമിയം ഓപ്ഷൻ ഈ പ്ലാനിൽ അവൈലബിൾ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത അമൃതപാൽ എന്ന ഈ പ്ലാനിന്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ് നമുക്കൊരു റിയൽ എക്സാമ്പിളിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഈ ഇലിസ്ട്രേഷൻ ഒരു റിവേഴ്സ് വർക്കൗട്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 5 വയസ്സുള്ള ഒരു കുട്ടി ഈ പ്ലാനിൽ എൻറോൾ ചെയ്യുമ്പോൾ പാരൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഡിസൈഡ് മെച്യൂരിറ്റി എമൗണ്ട് 10 lakhs ആണ് പാരൻസിന് വേണ്ടത്. സോ 10 lakhs ഡിസൈഡ് മെച്യൂരിറ്റി ലഭിക്കാൻ ഈ പ്ലാനിൽ മന്ത്ലി പ്രീമിയം ആയിട്ട് കസ്റ്റമറിന് അടയ്ക്കേണ്ടത് ജസ്റ്റ് 8,596 rupees ആണ് ഫസ്റ്റ് ഇയർ. ആൻഡ് ദ സെക്കൻഡ് ഇയർ 8,411 rupees ആണ്. So average cumulative premium in a year is coming 97,931 rupees. So ഇങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ കസ്റ്റമറിന് ലഭിക്കുന്ന സം അഷ്യൂർഡ് ഈസ് 5,25,000. നെക്സ്റ്റ് പോയിന്റ് PPT ആണ്, പ്രീമിയം പേയ്മെന്റ് ടൈം. 97,931 rupees പെർ ഇയർ വെച്ചിട്ട് കസ്റ്റമറിന് 7 years ആണ് 10 lakhs മെച്യൂരിറ്റി കിട്ടാനായിട്ട് അടയ്ക്കേണ്ടത്. പോളിസി ടൈം കസ്റ്റമറിന് ചൂസ് ചെയ്യേണ്ടത് 13 years ആണ്. അതായത് ഈ പ്ലാനിൽ കിഡ്സ് ജോയിൻ ചെയ്യുമ്പോൾ 5 വയസ്സാണ്, മെച്യൂരിറ്റി കിട്ടേണ്ടത് 18ാമത്തെ വയസ്സിലാണ്. സോ ദാറ്റ് ഡിഫറൻസ് ഈസ് കോൾഡ് ദ പോളിസി ടൈം, ദാറ്റ് ഈസ് 13 years ഹിയർ. നെക്സ്റ്റ്, ഈ മെച്യൂരിറ്റി ബെനിഫിറ്റ് 10.7 lakhs ഡിറൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഈ പ്ലാനിൻ്റെ ടോട്ടൽ മെച്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബേസ് സം ഇൻഷുർഡ് പ്ലസ് ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആണ്. സോ ആസ് പെർ ദിസ് ഇലിസ്ട്രേഷൻ ബേസ് സം ഇൻഷുർഡ് എന്ന് പറയുന്നത് 5,25,000 ആണ്. പിന്നെ നമ്മൾ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 80 per 1000 സം ഇൻഷുർഡ് ആണ്. സോ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കണ്ടുപിടിക്കാനായിട്ട് 5,25,000 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 80 rupees ഇൻറ്റു 13 years, ദാറ്റ് ഈസ് പോളിസി ടൈം. സോ ദ ടോട്ടൽ ഗ്യാരണ്ടീഡ് അഡീഷൻ ഫോർ ദ എൻറ്റയർ ടൈം ഈസ് കമ്മിങ് 5,46,000. So what is the final maturity amount? That is base sum assured ആയ 5,25,000 plus guaranteed addition ആയിട്ടുള്ള 5,46,000. Adding that together is coming 10,71,000. So നമ്മൾ ഈ പ്ലാനിൻ്റെ മെച്യൂരിറ്റി ബെനിഫിറ്റ് എന്ന് പറയുന്നത് 10,71,000 ആണ്. ടോട്ടൽ പ്രീമിയം നമ്മൾ 7 വർഷം കൊണ്ട് നമ്മൾ ഈ പ്ലാനിൽ അടയ്ക്കുന്ന എമൗണ്ട് 6,85,523 rupees. ടോട്ടൽ മെച്യൂരിറ്റി ബെനിഫിറ്റ് ആയിട്ട് ആഫ്റ്റർ 13 years കസ്റ്റമറിന് ലഭിക്കുന്നത് 10,71,000 ആണ്, വിച്ച് ഇസ് ഗ്യാരണ്ടി. അടുത്തതായി LICയുടെ അമൃതപാൽ എന്ന ഈ പ്ലാൻ ആർക്കൊക്കെ കൺസിഡർ ചെയ്യാം? കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, ഹയർ എഡ്യൂക്കേഷൻസ് തുടങ്ങിയ ആവശ്യങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക്, ഗ്രാൻഡ് പാരൻസിന് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻസിന് ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് ഗ്യാരണ്ടീഡായിട്ട്
ഇങ്ങനെയുള്ള എനിവൺ ഹൂ ഈസ് ലുക്കിംഗ് ഫോർ എ ഗ്യാരണ്ടീഡ് റിട്ടേൺ ഫോർ ദെയർ ചിൽഡ്രൻ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻ ഈ പ്ലാൻ ഒരു ബെസ്റ്റ് പ്ലാൻ ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത LICയുടെ അമൃത പ്ലാനിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് ഒരു അൺബയാസ്ഡ് ഫ്രീ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ, ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ. ഏതൊരു ഇൻഷുറൻസ് പ്ലാനും തിരഞ്ഞെടുക്കുന്നതിന് മുമ്പും ആ പ്രോഡക്റ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ട്രെഡ് സ്റ്റോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം. ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഐ ആം സൈനിങ് ഓഫ്, സനോജ് ലാൽ.